വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തൊടുപുഴയിൽ നിന്ന് ഗുരുവായൂർ വരെ പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ലയം പോകുന്നുണ്ട്. ഞങ്ങൾ തനിയല്ല പോകുന്നത്, എൻ്റെ ഫാമിലി ഉണ്ട്. പ്രതീക്ഷിച്ചൊരു യാത്രയേ അല്ല ഈ ഗുരുവായൂർ പോക്കപ്പെട്ടെ. കാരണം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത്. മൂവാറ്റുപുഴയിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഗുരുവായൂർക്കുള്ള ബസ്. ഇനി ഞങ്ങൾ ലേറ്റ് ആയാലോ എന്ന് ഓർത്ത് നേരത്തെ മൂവാറ്റുപുഴയിലങ്ങ് ചെന്നു. അപ്പോൾ ബസ്സും ലേറ്റാണ്. അപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ ദാണ്ട് മറിയ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മറിയത്തിൻ്റെ വണ്ടിയിൽ കുറച്ച് നേരമായിരുന്നു. വെളിയിൽ നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഗുരുവായൂർക്കുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ അപ്പടി മഴയാണ്. ഇല്ല, ഇപ്പോൾ മഴ കുറവുണ്ട്. പെരുമ്പാവൂർ എത്തിയപ്പോൾ വണ്ടി ഒരു 10 മിനിറ്റോളം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ ക്ലാസ്സും കഴിഞ്ഞ് നേരെ പി ജിയിൽ വന്ന് ചടപടയിൽ ഒരുങ്ങി പെട്ടെന്ന് ഇങ്ങ് പോരുമായിരുന്നു. അതുകൊണ്ട് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊരു കടലയും ബിസ്ക്കറ്റും ഒക്കെ ഇങ്ങ് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഞാൻ ചായ കുടിച്ചേക്കാണ്. ഞങ്ങൾ പെരുമ്പാവൂരില്ലേ, പെരുമ്പാവൂർ വന്നിട്ട് ചായ കുടിക്കാം. അങ്ങനെ അങ്കമാലിയിൽ വന്നിട്ട് നല്ല ബ്ലോക്കാണ്. അവിടെ നിന്ന് ഇപ്പം ഇന്ന് പയ്യെ ഒന്ന് വണ്ടിയാണെങ്കിൽ ദിവസം അല്ലേ. അങ്ങനെ കുറേ നേരത്തെ ബ്ലോക്കിന് ശേഷം ഒന്ന് പയ്യെ ഒന്ന് വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് ഗുരുവായൂർക്ക് ബസ് ബുക്ക് ചെയ്തപ്പോൾ അതിലൊരു 3 മണിക്കൂറൊക്കെ ആയിരുന്നു കാണിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ടാണെന്നറിയില്ല, നല്ല ബ്ലോക്കൊക്കെ ഉള്ളതുണ്ട്. 7 മണിക്ക് തൃശ്ശൂർ ചെല്ലണ ഞങ്ങൾ ഒരു 8 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർ എത്തിയത്. ഗുരുവായൂരപ്പ രാമകൃഷ്ണ പണിക്കർ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കേ നടയിലുള്ള ഇൻഫർമേഷൻ സെന്റർ. അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ ഗുരുവായൂർ വന്നു ഗൈസ്. ഒരു 3 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നതാണ്. പക്ഷെ 3 അല്ല, അതിലും കൂടി 4.5 മണിക്കൂറോളം എടുത്തൊന്ന് വരാൻ വേണ്ടി. ബസ് യാത്ര ഭയങ്കര ബോറായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ ഫാമിലീനെ കണ്ടു. KSRTC സ്റ്റാൻഡിൽ നിന്ന് ഒരു കുറച്ച് ദൂരം ഉള്ളായിരുന്നു അമ്പലത്തിലോട്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ കയറി. എത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണോ ഈ മസാല ദോശ ഒന്ന് കയ്യിൽ കിട്ടിയത്. ഇതാണോ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് അതിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുക. ഭയങ്കര മഴ. നോക്കിക്കേ,
ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല പോകാൻ പറ്റുമെന്ന്. എൻ്റെ കുഞ്ഞിലേ പോയതാണ് ഗുരുവായൂർ. അന്ന് എനിക്കൊരു ഓർമ്മകളും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് ഓർമ്മകളോടെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. വന്നു കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ അമ്പലത്തിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചിപ്പോൾ ലോഡ്ജിലാണ്. ഇനി ഞങ്ങളിനി ഡ്രസ്സൊക്കെ മാറി തിരിച്ച് വീട്ടിലോട്ട് പോവാം. ബൈ ബൈ ഗുരുവായൂർ.